നമസ്കാരം. ഓല, ഏത്തർ, TVS iQ, ബജാജ് ചേതക്. നമുക്കറിയാം ഈ 4 കമ്പനികളാണ് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ വിൽപ്പനയുടെ കാര്യത്തിൽ കാര്യമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? കഴിഞ്ഞ 1-2 വർഷം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കാലമായിട്ട് വിൽപ്പനയിൽ ഓലയുടെ അടുത്ത് പോലും എത്താൻ ആർക്കും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ മാസവും നമ്മൾ സെയിൽസ് റിപ്പോർട്ട് നോക്കുമ്പം ഓരോ കമ്പനികളാണ് 1ാം സ്ഥാനത്ത് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് 2025 ഫെബ്രുവരി മാസത്തിൽ ഇന്ത്യയിലുടനീളം വിറ്റഴിച്ച ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ ടോപ്പ് 10 സെയിൽസ് റിപ്പോർട്ട് പെട്ടെന്ന് തന്നെ നോക്കാം. അതിനു മുമ്പ് നമുക്ക് ടോട്ടൽ സെയിൽസ് എത്രയാണെന്ന് നോക്കാം. ഫെബ്രുവരിയിലെ മൊത്തം വിൽപ്പന 75,995 ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളാണ്. മാസാമാസ വിൽപ്പനയിൽ 22%, വാർഷിക വിൽപ്പനയിൽ 8% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ടോപ്പ് 10 കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. റിവോൾട്ട് ആണ് 10ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണ ഇവർ 9ാം സ്ഥാനത്തായിരുന്നു. ജനുവരിയിൽ 1060 ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച റിവോൾട്ടിന് പക്ഷേ ഫെബ്രുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 760 ബൈക്കുകൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 28% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ വാർഷിക വിൽപ്പനയിൽ 75% മികച്ച വളർച്ച കൈവരിക്കാൻ റിവോൾട്ടിന് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ 10ാം സ്ഥാനത്തുണ്ടായിരുന്ന കൈനറ്റിക് ഗ്രീൻ ഒരു പടി മുന്നോട്ട് കയറി ഇത്തവണത്തെ വിൽപ്പനയിൽ 9ാം സ്ഥാനത്താണുള്ളത്. ജനുവരിയിൽ 806 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച കൈനറ്റിക് ഗ്രീന് ഫെബ്രുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 765 സ്കൂട്ടറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 5% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാർഷിക വിൽപ്പനയിൽ 21% വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ബിഗോസ് ആണ് 8ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 8ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ജനുവരിയിൽ 1451 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബിഗോസിന് ഫെബ്രുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 1218 സ്കൂട്ടറുകൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 16%, വാർഷിക വിൽപ്പനയിൽ 9% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്യൂർ EV ആണ് 7ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണ ഇവർ 6ാം സ്ഥാനത്തായിരുന്നു. ജനുവരിയിൽ 1650 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച പ്യൂർ EVക്ക് ഫെബ്രുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 1566 സ്കൂട്ടറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 5% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ വാർഷിക വിൽപ്പനയിൽ 213% വളരെ മികച്ച വളർച്ചയാണ് പ്യൂർ EV കൈവരിച്ചിരിക്കുന്നത്. ഹീറോ മോട്ടോകോർപ്പ് വീഡയാണ് 6ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണ ഇവർ 7ാം സ്ഥാനത്തായിരുന്നു. ജനുവരിയിൽ 1615 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച വിടയ്ക്ക് ഫെബ്രുവരിയിൽ 2677 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മാസാമാസ വിൽപ്പനയിൽ 65%, വാർഷിക വിൽപ്പനയിൽ 52% മികച്ച വളർച്ച കൈവരിക്കാൻ ഹീറോ മോട്ടോകോർപ്പ് വീഡയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഗ്രീവ്സ് ആണ് 5ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 5ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ജനുവരിയിൽ 3611 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഗ്രീവ്സിന് ഫെബ്രുവരിയിൽ 3700 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മാസാമാസ വിൽപ്പനയിൽ 2% വളർച്ച കൈവരിക്കാനാണ് സാധിച്ചത്. പക്ഷേ വാർഷിക വിൽപ്പനയിൽ 48% മികച്ച വളർച്ച കൈവരിക്കാൻ ഗ്രീവ്സിന് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ 1ാം സ്ഥാനത്തുണ്ടായിരുന്ന ഓല ഇത്തവണത്തെ വിൽപ്പനയിൽ 4ാം സ്ഥാനത്താണുള്ളത്. ഞാനിപ്പം നിങ്ങളോട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാഹനങ്ങളുടെ ഈ ഒരു ഡാറ്റ, ഈ ഒരു കണക്ക് ഞാൻ എടുത്തിരിക്കുന്നത് വാഹൻ എന്ന് പറഞ്ഞ ഗവൺമെന്റ് വെബ്സൈറ്റിൽ നിന്നാണ് കേട്ടോ. പക്ഷേ ഓല പറയുന്നത് ഫെബ്രുവരി മാസത്തിൽ അവര് 25,000 സ്കൂട്ടറുകൾ വിൽപ്പന നടത്തിയെന്നാണ്. അവരുടെ രജിസ്ട്രേഷൻ ഏജൻസിയിൽ വന്ന മാറ്റം കാരണമാണ് കൃത്യമായ ഡാറ്റ ലഭിക്കാതെ പോയത്. അങ്ങനെ എന്തൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ നമ്മളിപ്പോൾ റിപ്പോർട്ട് കാണിക്കുമ്പോൾ നമുക്ക് വാഹനിലെ ആ ഒരു വെബ്സൈറ്റിലെ ഗവൺമെന്റ് വെബ്സൈറ്റിലെ റിപ്പോർട്ടല്ലേ നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റുമോ, അല്ലേ? ജനുവരിയിൽ 24,330 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഓലയ്ക്ക് ഫെബ്രുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 8,647 സ്കൂട്ടറുകൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 64%, വാർഷിക വിൽപ്പനയിൽ 74% വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏത്തർ ഒരു പടി മുകളിലേക്ക് കയറി ഇത്തവണത്തെ വിൽപ്പനയിൽ 3ാം സ്ഥാനത്താണുള്ളത്. കഴിഞ്ഞ തവണ ഇവർ 4ാം സ്ഥാനത്തായിരുന്നു. ജനുവരിയിൽ 12,895 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഏത്തറിന് ഫെബ്രുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 11,788 സ്കൂട്ടറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 8% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ വാർഷിക വിൽപ്പനയിൽ 31% മികച്ച വളർച്ച കൈവരിക്കാൻ ഏത്തറിന് സാധിച്ചിട്ടുണ്ട്. TVS iQ 2ാം സ്ഥാനത്ത് തന്നെ തുടരുന്നു. ജനുവരിയിൽ 23,788 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച TVS iQവിന് ഫെബ്രുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 18,746 സ്കൂട്ടറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 21% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ വാർഷിക വിൽപ്പനയിൽ 29% വളർച്ച കൈവരിക്കാൻ TVS iQവിന് സാധിച്ചിട്ടുണ്ട്. ബജാജ് ചേതക്കാണ് 1ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണ ഇവർ 3ാം സ്ഥാനത്തായിരുന്നു. ജനുവരിയിൽ 21,294 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബജാജ് ചേതക്കിന് ഫെബ്രുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 21,335 സ്കൂട്ടറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 0.1% വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. വാർഷിക വിൽപ്പനയിൽ 83% മികച്ച വളർച്ച കൈവരിക്കാൻ ബജാജ് ചേതക്കിന് സാധിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് പോകാൻ വരട്ടെ കേട്ടോ. നമുക്ക് സിമ്പിൾ 1, അതുപോലെ തന്നെ അൾട്രാ വയലറ്റ്, ഓബൻ റോർ, റിവർ ഇന്ത്യ, ഈ 4 വണ്ടികളുടെയും കൂടി ഡീറ്റെയിൽസ് കൂടി നോക്കാം. ജനുവരിയിൽ 280 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച സിമ്പിൾ 1ന് ഫെബ്രുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 198 സ്കൂട്ടറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 29% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ ജനുവരിയിൽ 598
സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച റിവർ ഇൻഡിക്ക് ഫെബ്രുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 561 സ്കൂട്ടറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 6% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയുള്ളത് 2 ബൈക്കുകളാണ്. ജനുവരിയിൽ 179 ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഓപ്പൺ റോറിന് ഫെബ്രുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 196 ബൈക്കുകളാണ്. മാസമാസ വിൽപ്പനയിൽ 9% വളർച്ച കൈവരിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ ജനുവരിയിൽ 76 ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച അൾട്രാ വയലറ്റിന് ഫെബ്രുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് വെറും 45 ബൈക്കുകൾ മാത്രമാണ്. മാസമാസ വിൽപ്പനയിൽ 40% വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇലക്ട്രിക് കാറുകളുടെ വിൽപ്പനയിൽ, അതായത് ഫെബ്രുവരിയിലെ വിൽപ്പനയിൽ ടാറ്റയെ മറികടന്ന് എൻജി മുന്നിലെത്തിയോ എന്നാണ്. സ്റ്റേ ട്യൂൺഡ്.